ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. കടലിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റുണ്ട്. അതുപോലെ തന്നെ ഈ പുറകിൽ കാണുന്ന ലൈറ്റ് ഹൗസാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് ബീച്ചിൻ്റെ സൈഡാണ്, ബീച്ചാണ്. ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഉത്സവങ്ങളുടെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകാനായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ ഇതുപോലെയുള്ള ഫ്ലോട്ടുകൾ കാണാൻ സാധിക്കും. ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഫ്ലോട്ടുകൾ ഒരുപാട് കണ്ടു. പക്ഷേ നമ്മളിന്ന് ഉത്സവത്തിനൊന്നും അല്ല പോകുന്നത്. നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള, വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്പലം. ഇവിടുത്തെ ഉത്സവമാണെന്ന്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം തങ്കശ്ശേരിയിലെ ബ്രേക്ക് വാട്ടർ പാർക്കിലേക്കാണ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിപ്പോൾ ഹൈവേ കയറി. ഹൈവേയിലാണെന്ന് പോലും പറയത്തില്ല, കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നാഷണൽ ഹൈവേസിലെല്ലാം തന്നെ ഒരുപോലെ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളെല്ലാം തന്നെ വളരെയധികം കൺജസ്റ്റഡാണ്. ഈ പാലം എന്ന് പറയുന്നത് നീണ്ടകര പാലമാണ്. പേര് പോലെ തന്നെ നല്ല നീളമുള്ള പാലമാണിത്. ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടും 2 പുതിയ പാലങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരുപാട് പഴക്കമുള്ള പാലമാണ് കേട്ടോ. നമ്മളിങ്ങനെ പാലം ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു കുരിശടി കാണാം. ശക്തികുളങ്ങര കുരിശടിയാണ്. മാതാവും ക്രിസ്തുരാജനുമാണ് അവിടെ ഇരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു കുരിശടിയാണത്. അങ്ങനെ നമ്മൾ കൊല്ലം തങ്കശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് നിൽക്കുന്നുണ്ടോ? വളരെ ഭംഗിയുള്ള ലൈറ്റ് ഹൗസാണ്. ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് ആണത്. ഇതിൻ്റെ ഹൈറ്റിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊല്ലം സിറ്റി കംപ്ലീറ്റ് കാണാൻ പറ്റും. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അത് കാരണം ഈ പ്രാവശ്യം പോകുന്നില്ല. നമുക്ക് ബ്രേക്ക് വാട്ടർ പാർക്കിലേക്ക് പോകാം. ഇവിടെ എൻട്രി പാസ് ഉണ്ട്. അതായത് ഒരു ചെറിയ പൈസയേ ഉള്ളൂ. എൻട്രി പാസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിന് 20 റുപ്പീസ് അല്ലാതെ കൊടുക്കണം. അപ്പോൾ ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ. ഇവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. വീക്കെൻഡിലാണെങ്കിലും അല്ലാതെയും ഒക്കെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിങ്ങനെ നല്ല കാറ്റൊക്കെയാണ് ഇവിടെ. അതായത് കടലിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റൊക്കെയാണ് ഇവിടെ. ഒട്ടും തന്നെ ബോറടിക്കാത്തൊരു സ്ഥലം. വളരെ ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇതുപോലെ നമുക്ക് നടന്നങ്ങ്
ഒരുപാട് ദൂരം പോവാം കേട്ടോ. ഇങ്ങനെ വലിയ വലിയ പാറ കഷ്ണങ്ങളിട്ട് ഇങ്ങനെ പുലിമുട്ടുകൾ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പാറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കത്ത് പോലുമില്ല, അത്ര ഹെവി ആയിട്ടുള്ള ഓരോ പീസസാണ്. നമുക്കിതിൻ്റെ മുകളിൽ എല്ലാവരും കണ്ടില്ലേ, മുകളിൽ കയറിയിരുന്ന കാറ്റ് കൊള്ളുകയും കാര്യം പറയുകയൊക്കെ ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഇരുട്ടാതെ ആരും അങ്ങനെ പോകാറില്ല. എല്ലാവരും തന്നെ കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഹെവി ആയിട്ടുള്ള വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ്. അതുകൊണ്ട് ചലിക്കത്ത് പോലുമില്ല, ഒന്നും മൂവ് ചെയ്യത്ത് പോലുമില്ല. നമ്മളതിൻ്റെ മുകളിൽ കയറിയിരുന്നാലും ഒന്നും അത് ചലിക്കത്തില്ല. അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. എല്ലാവരും അതിൻ്റെ വളരെ കംഫർട്ടബിളായിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കുകയും അവിടെ ഇരുന്ന് സംസാരിക്കുകയും അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളിടയ്ക്ക് വരാറുള്ള ഇവിടെ കേട്ടോ. ഒരു ചെറിയ ബോട്ട് അത് കേടാന്ന് തോന്നുന്നു, അത് മുങ്ങിക്കിടക്കുന്നുണ്ടോ. ഇന്ന് ഇവിടുത്തെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്, ആർക്കും എൻട്രി ഇല്ല. അതായത് ഈ ചില ഈവനിങ് ടൈമുകളിൽ തിരമാലകൾ കൂടുതലാണെങ്കിൽ ഇവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്ത് വയ്ക്കും. അതായത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാനായിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ വളരെ ഭംഗിയാണ്, ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപകട സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഡോഗിനെ കണ്ടോ, അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ നോക്കുന്ന ആ ബ്യൂട്ടിഫുൾ സൺസെറ്റാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റാണ്. കാണാൻ പറ്റുമോ അറിയത്തില്ല, എങ്കിലും ലെറ്റ്സ് വെയിറ്റ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഡോഗുണ്ടല്ലോ, ഹസ്കിയാണ്. അതായത് തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു കൈൻഡാണത്. അതിന് ഇവിടുത്തെ ടെമ്പറേച്ചർ ശരിയാവുമോ അറിയില്ല. അദ്ദേഹം 75,000 കൊടുത്ത് എവിടെ നിന്നോ മേടിച്ചെന്നാണ് പറഞ്ഞത്. എന്തായാലും ട്രെയിൻ ഡോഗാണ്. അദ്ദേഹം എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊടുക്കുന്നുണ്ട്. അതും വളരെ പാവമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. വെള്ളത്തിലേക്കൊക്കെ താഴ്ന്ന് വീഴുന്ന കാണാനൊക്കെ വളരെ ഭംഗിയാണ്. പക്ഷേ ഇന്നിപ്പം താഴ്ന്ന് വീഴുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്ലറർ ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ ക്ലൗഡിയാണെന്ന് തോന്നുന്നു. ഈ ക്ലൗഡ്സിനിടയിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിന്ന് ക്ലിയറായിട്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല. വെള്ളത്തിലേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, കണ്ടോ. അങ്ങനെ സൺസെറ്റായി ക്ലൗഡ്സിനിടയിലേക്ക് പോയി. ഒരു ബോട്ട് ഓടി പോകുന്നുണ്ട്. അങ്ങനെ നല്ല കൂൾ ക്ലൈമറ്റാണ് ഇവിടെ, വളരെ പ്ലസൻറ്റ് ആൻഡ് പീസ്ഫുൾ. എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലം തന്നെയാണിത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങ് ദൂരത്തേക്ക് ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ, ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണ് അതൊക്കെ കിടക്കുന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകുന്നതേ അറിയത്തില്ല. വരുന്നവരെല്ലാം ഇവിടെ തന്നെ നിൽപ്പുണ്ട്, ആരും ഇതുവരെ പോയിട്ടൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ പാർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഐസ്ക്രീം പാർലർ, കോഫി ഷോപ്പ്, സ്നാക്സ് കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. എല്ലാവരും പാറയുടെ പുറത്താണ് കയറിയിരിക്കുന്നത്. കാരണം ഹെവി ആയിട്ടുള്ള പാറകളായതുകൊണ്ട് ഇത് ചലിക്കത്തുമില്ല. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള സ്ഥലം. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ എല്ലായിടത്തും ഓണായി. ഈ കാണുന്ന സ്ഥലം, നമ്മൾ ഈ ലൈറ്റ്സ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡാണത്. ബീച്ചാണ് ആ സൈഡിലേക്ക് കറങ്ങി പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും ആ ഈവനിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി ഇവിടെ നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ലൈറ്റ് ഹൗസിലൊക്കെ ലൈറ്റൊക്കെ ഓണായി. ഈ സൈഡിലായിട്ടാണ് ഷോപ്സൊക്കെ വരുന്നത്. ഇപ്പോഴും എല്ലായിടത്തും ആൾക്കാരുണ്ട്, ആരും ഇതുവരെ പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് ഇരുട്ടി തുടങ്ങുന്നുണ്ട്. ഇരുട്ടി തുടങ്ങിയെങ്കിലും ആരും പോകാതെ എല്ലാവരും പാറയുടെ മുകളിലൊക്കെ തന്നെ ഇരിക്കുവാണ്. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. ഞങ്ങളും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും വന്ന് എൻജോയ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതായത് വെഡ്ഡിങ് റിസപ്ഷൻ പോലുള്ള ഒരുപാട് ഗ്രാൻഡ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പാർട്ടികൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്.
ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും ഒക്കെ ഒരു കടലിൻ്റെ ഒരു വ്യൂവും ഇവിടുത്തെ ഒരു നേച്ചറും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അങ്ങനെ പാർട്ടികളൊക്കെ നടക്കുന്ന ഒരു നെയ്ബർഹുഡും കൂടിയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഏതായാലും ഇരുട്ടി തുടങ്ങി. അപ്പം ഞങ്ങളും വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.